വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സാധാരണയിൽ കവിഞ്ഞ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഉണ്ടായിരിക്കും. നീതിനിഷ്ഠയും ഈശ്വരഭക്തിയും ഇവർക്കുള്ള പ്രത്യേക ഗുണങ്ങളാണ്. മിക്കവാറും തേജസ്വികളും സുന്ദരന്മാരുമായ ഇവരിൽ അധികം പേരും വട്ടമുഖമുള്ളവരായിരിക്കും. ഇവർക്ക് മാതാവിൽ നിന്നുള്ള അനുഭവങ്ങൾ മിക്കവാറും കുറവായേ ഇരിക്കുകയുള്ളൂ. ബാല്യപ്രായത്തിൽ തന്നെ മാതൃമരണമോ അഥവാ മാതാവിനെ വേർപെട്ടുള്ള താമസമോ ആയിരിക്കും ഇവരിൽ അധികം പേർക്കും ഉണ്ടാവുക. ചിലരുടെ ജാതകവശാൽ മാതൃഭാവം പുഷ്ടമായിരുന്നാൽ മാതൃനാശം ഉണ്ടാകയില്ലെങ്കിലും മാതാവ് ഒന്നിച്ചുള്ള താമസവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവവും കുറവായിരിക്കും. പിതാവിനെക്കുറിച്ചാണെങ്കിൽ ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാവും. പക്ഷേ പിതാവിൽ നിന്ന് ഇവർക്ക് ശരിയായ പ്രയോജനമൊന്നും ലഭിക്കുകയില്ലെന്നുള്ളതാണ് ശരി. ഇവരുടെ പിതാക്കന്മാർ ഓരോ വിധത്തിൽ പൊതുജന സമ്മതി ആർജിക്കുന്നവരായിരിക്കും. പക്ഷേ പിതാവുമായി മിക്കപ്പോഴും അഭിപ്രായ ഭിന്നതയോ പിതാവിൻ്റെ താല്പര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി കഴിഞ്ഞാൽ ഇഷ്ടമില്ലായ്ക കൊണ്ടുള്ള സ്വൈര്യക്കേടോ അതുമല്ലെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള പ്രയോജനരാഹിത്യമോ ആണ് ഇവർക്ക് അനുഭവപ്പെടുന്നത്. ഏതായാലും അച്ഛനെ കൊണ്ടുള്ള ഗുണം പൂർണ്ണമായും ഇവർക്ക് അനുഭവിക്കാനിടയാകുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാലായിരിക്കണം ഇവർ ചെറുപ്പം മുതൽ തന്നെ പരിശ്രമശീലരും സ്വന്തം കാര്യം നോക്കുന്നതിൽ ബദ്ധശ്രദ്ധരും അതിന് പ്രാപ്തരുമായിത്തീരുന്നത്. വിശാഖം നാളുകാർ പാരമ്പര്യത്തിൽ വലിയ വിശ്വാസികളും അഭിമാനികളുമായിരിക്കയില്ല. പുതിയ പ്രവർത്തന പരിപാടികളെ ആശ്രയിച്ച് ജീവിക്കാനും കുടുംബജനങ്ങളിൽ നിന്ന് മിക്കവാറും വേർപെട്ടു കഴിയാനുമാണ് ഇവരിൽ അധികവും ഇഷ്ടപ്പെടുന്നത്. ഇവരുടെ ശാരീരികമായ നിലപാടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നുകിൽ അസാമാന്യമായ പുഷ്ടിയും നീളവുമുള്ള ശരീരം, അല്ലെങ്കിൽ നീളവും വണ്ണവും തീരെ കുറഞ്ഞ പ്രകൃതി. ഇങ്ങനെ രണ്ടവസ്ഥയാണ് ഇവരിൽ കണ്ടുവരുന്നത്. മിക്കവാറും ഉറപ്പും ആരോഗ്യവുമുള്ള ഇവരുടെ ശരീരത്തിന് പറയത്തക്ക രോഗപീഠകളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. സംഭാഷണങ്ങളിൽ കുശലതയും പ്രവൃത്തികളിൽ സാമർഥ്യവും സർവോപരി മിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇക്കൂട്ടർക്കുണ്ടായിരിക്കും. വിശാഖം നാളുകാരിൽ അധികം പേരിലും കാണാവുന്ന സവിശേഷതയാണ് ഇതെങ്കിലും ചിലർ ധാരാളികളായും കാണപ്പെടുന്നുണ്ട്. അന്നദാനം ചെയ്യുന്നതിലും ഇവർ ഉത്സുകന്മാരായി കാണപ്പെടുന്നു. ഭാര്യായ പുത്രാദികളോട് വളരെ താല്പര്യമുള്ളവരാണിവർ. പക്ഷേ കവിഞ്ഞ വിഷയാസക്തിയും സുഖജീവിതനിഷ്ഠയും ഇവരുടെ ജീവിതത്തെ കരണ്ടു തിന്നുന്ന രണ്ട് ശത്രുക്കളായിരിക്കും. തികഞ്ഞ കർത്തവ്യബോധമുള്ള ഇവരിൽ ചിലർക്ക് പരസ്ത്രീഗമനാസക്തിയും മദ്യസേവാ തൃഷ്ണയും ഉണ്ടായിരിക്കുമെങ്കിലും ഇവയൊന്നും ബാഹ്യദൃഷ്ടിക്ക് അപവാദകരമായ സംഭവങ്ങളിൽ ഇവരെ കൊണ്ടുചെന്ന് അകപ്പെടുത്തുകയില്ല. ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവയ്ക്കുന്നവരല്ല വിശാഖം നാളുകാർ. ആരു തന്നെ ആയിരുന്നാലും വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അന്ധമായ മതവിശ്വാസമോ ആചാരങ്ങളോ അതേപടി വിശ്വസിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കുന്നതല്ല. ദൃഢമായ ഈശ്വരവിശ്വാസം, സമസൃഷ്ടി സ്നേഹം, കഴിവതും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ചുകൊണ്ടുള്ള ജീവിതം, ഇവയെല്ലാം കൊണ്ട് വിശാഖം നാളുകാർ വിശേഷിച്ചും അനുഗ്രഹീതരാകുന്നു. ഇവരുടെ ജാതകത്തിൽ സന്യാസയോഗം ഉണ്ടായിരുന്നാൽ ലോകത്തിലെ സമുന്നതരായ പരിവ്രാജകന്മാരായി ഇവർ ആരാധിക്കപ്പെടും. കാഴ്ചയിൽ ഇവരെ അല്പം അവിനീതന്മാരായി തോന്നാമെങ്കിലും വിനയാദി ഗുണങ്ങളും മിത സ്വഭാവവും കൊണ്ട് ഇവർ അനുഗ്രഹീതന്മാരാണെന്നുള്ളത് എത്രയും യഥാർത്ഥമാണ്. വിശാഖം നാളുകാർ ഏറ്റവും ഭയപ്പെടേണ്ടത് വാതരോഗത്തെയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗവും ഇവരെ ആക്രമിക്കുന്നുണ്ട്. വ്യാപാരത്തിലും ഉത്തരവാദിത്വമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി, ബാങ്കിങ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ശാസ്ത്രീയവും മറ്റുമായ പ്രവർത്തനങ്ങളിലും ഇവർ വളരെ ശോഭിക്കുന്നവരായിരിക്കും. ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഇവയോടൊപ്പം തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഇവരുടെ സംഭാഷണങ്ങളും അനുവർത്തനങ്ങളും ആകൃതി തന്നെയും ഹൃദ്യമായിരിക്കും. കുടുംബ ഭരണത്തിലായാലും ഔദ്യോഗിക മണ്ഡലത്തിലായാലും ഇവർ വളരെയധികം പ്രശോഭിക്കും. തനിക്ക് താൻ പോന്ന സ്വഭാവം ഇവർക്ക് അശേഷം ഉണ്ടായിരിക്കുന്നതല്ല. പതിഭക്തി ഇവരിൽ കൂടുതലായിരിക്കും. കുലീനത വിളിച്ചറിയിക്കുന്ന മുഖശ്രീ കൊണ്ട് ഇവരധികവും അനുഗ്രഹീതകളായിരിക്കും. അലങ്കാരങ്ങളോ ആഭരണങ്ങളോ കൊണ്ട് ഇവർക്ക് തങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതിൽ താല്പര്യമുണ്ടായിരിക്കുകയില്ല. വിശാഖം നാളുകാരികൾ തികഞ്ഞ ഈശ്വരവിശ്വാസികളും വ്രതാനുഷ്ഠാനങ്ങളിലും പുണ്യകർമ്മങ്ങളിലും താല്പര്യമുള്ളവരുമായിരിക്കും. പുണ്യതീർത്ഥാടനത്തിലും ഇവർ ഉത്സുകർ തന്നെ. ഈ നക്ഷത്രം വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിനും ഔഷധ സേവയ്ക്കും മുഖ്യമാണ്. ദശാനാഥൻ വ്യാഴമാണ് 8 വർഷം. തുടർന്ന് ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, സൂര്യൻ 6, ചന്ദ്രൻ 10 ഇവരുടെ ദശാകാലങ്ങളാണ്. പ്രതികൂല നക്ഷത്രങ്ങൾ: കേട്ട, പൂരാടം, തിരുവോണം. തുലാക്കൂറിൽ ജനിച്ച വിശാഖക്കാർക്ക് കാർത്തിക അവസാന 3 പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നിവയും
വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖക്കാർക്ക് മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം ആദ്യ 3 പാദങ്ങൾ എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. വിശാഖം നക്ഷത്ര ജാതകന് ജനിച്ച വർഷത്തിലും 5-ാമത്തെ വയസ്സിലും ചിലന്തിയാലും 7-ൽ അഗ്നിപീഠയാലും 33-ൽ ജലത്താലും 40-ൽ മൃഗത്താലും 55-ൽ ആയുധത്താലോ അല്ലാത്ത പക്ഷം വയറ്റുവേദനയാലും 66-ൽ പിത്തരോഗത്താലും 68-ൽ ശ്വാസവിമ്മിഷ്ടത്താലും അരിഷ്ടതകളുണ്ടാകും. ഈ സന്ധികൾ മാറിക്കിട്ടുന്ന പക്ഷം 86-ാമത്തെ വയസ്സിൽ ചിങ്ങമാസം പൂർവപക്ഷം ത്രയോദശിയും ചൊവ്വാഴ്ചയും കൂടിയ ദിവസം വിശാഖം നക്ഷത്രം ഉദിച്ച് 4-ാം നാഴികയ്ക്ക് കഫകോപത്താലും വലിവിനാലും ആപത്ത് സംഭവിക്കും. ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ ദശാകാലത്ത് ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. വിശാഖം, പൂരുരുട്ടാതി, പുണർദം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്കുത്തമം. ഇവർ വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുക, വിശാഖം നാൾ തോറും വിഷ്ണു പൂജ നടത്തുക, പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ചയും വിശാഖവും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഈശ്വര ഭജനം നടത്തുക. വിശാഖം തുലാക്കൂറുകാർ ശുക്രപ്രീതികരങ്ങളായ മഹാലക്ഷ്മി ഭജനവും, വൃശ്ചികക്കൂറുകാർ കുജപ്രീതികരമായ സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും ചൊവ്വ ജാതകത്തിൽ യുഗ്മരാശി ഇല്ലെങ്കിൽ നടത്തുന്നതും ഫലപ്രദമാണ്. വിശാഖത്തിന് മഞ്ഞ, ക്രീം നിറങ്ങൾ അനുകൂലമാണ്. തുലാക്കൂറുകാർക്ക് ഇളം നീല, വെള്ള എന്നിവയും, വൃശ്ചികക്കൂറുകാർക്ക് ചുവപ്പും അനുകൂലം തന്നെ.